ഹലോ ഗൈസ്, ഞാൻ ലോലോസി നടന്നു പോകുന്നത് ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. വലിയ സംഭവമൊന്നുമല്ല, ഒരു കുഞ്ഞി സാധനമാണ്. പക്ഷേ ഞങ്ങൾക്കിത് വലിയൊരു സംഭവമാണ്. ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം നിന്നു. അവസാനം അതൊന്ന് ഉണ്ടാക്കാൻ നിന്നപ്പോഴാണെങ്കിലോ ഒരു സാധനം ഇവിടെ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ അവസാനം അപ്പുറത്തുനിന്നൊക്കെ ഓരോരോ സാധനങ്ങൾ മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലൊക്കെ ഇപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കാൻ എന്താണെന്നില്ലേ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ. ഒരു പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് ഇത് കൊളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇനി ഒരിക്കലും ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കില്ല എന്ന്. പക്ഷേ ലോലൂസ് പറയുമ്പോൾ നമ്മളത് പറ്റില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിലിടാനുള്ള ചക്കര ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരിയെല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒടുക്കം ഞാൻ ചക്കര തെരഞ്ഞു നോക്കിയപ്പോൾ ഒരു പൊട്ട് പോലും കാണാനില്ല. പിന്നെ ഞാൻ വേറൊരു ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് ചക്കര മേടിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ചക്കര മേടിച്ച് ചക്കരയൊക്കെ ശരിയാക്കി കൂട്ടി വെച്ചു. അവസാനം ഞങ്ങൾ ഉണ്ണിയപ്പം ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഉണ്ണിയപ്പം ചുട്ട് വന്നപ്പോൾ അത്യാവശ്യം ശരിയാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഉണ്ണിയപ്പം എണ്ണയിൽ കിടക്കുന്നില്ല, കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരാളിതേ അപ്പുറത്ത് കൊതി മൂത്തിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് എന്നോട് പറയുകയാണ് ഉണ്ണിയപ്പം കഴിക്കാൻ കൊതിയാവുന്നു എന്ന്. പക്ഷെ നമ്മളിവിടെ ആൻ്റണി സംക്രാന്തിക്കൊക്കെ ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാറുള്ളൂ. കല്യാണം കഴിഞ്ഞ സമയത്ത് അവിടെ അമ്മായിയമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു. ഞാനും അതേപോലെയൊക്കെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കിത് അവസാനം കഴിച്ചു നോക്കാം ഏത് വിധത്തിലാവും. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല എന്ന്. ഇനിയിപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ദേ ഒടുവിൽ എൻ്റെ ഉണ്ണിയപ്പം പാത്രത്തിൽ നിറഞ്ഞിട്ടുണ്ട്. പാത്രത്തിലൊന്നും കിടക്കുന്നില്ലെന്ന് എങ്ങനെ ചാടി പോവുകയാണേ. അങ്ങനെ ഇതാ നമുക്കിനി ഇതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ലോലൂസിന് കൊടുക്കാം. അവൾ ഇത് 1-2 ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാനും കഴിച്ചിട്ടൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക്, എന്നാലും വീഡിയോ എടുക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടമായത് രാവിലെ കഴിച്ചപ്പോഴായിരുന്നു കേട്ടോ. രാവിലെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അമ്മയും അനിയനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി അവരൊക്കെ വൈകുന്നേരം വരുള്ളൂ. എന്നിട്ട് ഇനി അവർ വന്നിട്ട് അവർക്ക് കൊടുക്കണം, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം. ഒരാളിത് കളിക്കാനും കൂടെ പോവാതെ ഉണ്ണിയപ്പം കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അവൾ നേരെ കളിക്കാൻ പോവും. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോഴേ അവൾ വരുള്ളൂ കേട്ടോ. അമ്മ ഒരു 7:30 ആവും, അനിയൻ ഒരു 8 മണിയാവും. വൈകുന്നേരത്തേക്കുള്ള കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. പിന്നെ അടുക്കള ആകെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു പണിയെടുത്ത് ആകെ നിരത്തും. പിന്നെ ലോലൂസും കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.